ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു സാമി 8ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എന്താണ് ഇൽഹാറു തൻവീൻ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സാക്കിനായ നൂനിന് ശേഷം ഇൽഹാർ വരുന്നത് അഹ്കാമുൻ നൂനി സാക്കിനത്ത് കൊണ്ട് ഇൽഹാർ ആവുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇത് ഇൽഹാർ തൻവീന് കൊണ്ട് ഇൽഹാർ ആകുന്നതാണ് ഈ പാഠഭാഗത്തിൽ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഹംസ ഹ ഐന് ഹ ഒയ്ന് ഹ എന്നീ 6 അർഫുകൾക്ക് ഹുറൂഫുൽ ഹൽക്ക് എന്ന് പറയുന്നു. സാക്കിനായ നൂനിന് ശേഷം ഇവയിൽ ഒന്ന് വന്നാൽ ഇൽഹാർ ചെയ്യണമെന്ന് നാം പഠിച്ചു. തൻവീനു ശേഷം ഹുറൂഫുൽ ഹൽക്ക് വന്ന ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു. ഇവ പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് പാരായണം ചെയ്യാം. തൻവീനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്നാൽ വ്യക്തമാക്കി ഉച്ചരിക്കണം. നമ്മൾ സാക്കിനായ നൂനിൻ്റെത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ തൻവീനിൻ്റേതും കുറച്ച് ഉദാഹരണങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കി മനസ്സിലാക്കാം. ഇവിടെ വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹാസിദിൻ ഇദാ, തൻവീന് ശേഷം ഹംസ വന്നു. തൻവീന് ശേഷം ഹംസ മനസ്സിലാക്കുക. തൻവീൻ അതിന് ശേഷം ഹംസ. അടുത്തതാ വ അർസല അലൈഹിം ത്വയ്റൻ അബാബിൽ. ത്വയ്റൻ റൻ ഫത്തഹ തൻവീൻ. ഇവിടെ കസറ തൻവീനാണ് വന്നത്. ഫത്തഹ തൻവീന് ശേഷം ഹംസ വന്നു. അപ്പോൾ ഫത്തഹ തൻവീനുകൾക്ക് ശേഷം എല്ലാ സ്ഥലത്തും ഇതുപോലൊരു അലിഫ് ചേർത്ത് വരും. അപ്പോൾ ഇവിടെ തൻവീന് ശേഷം അലിഫാണ് വന്നതെന്ന് കരുതണ്ട. തൻവീന് ശേഷം ഹംസ വന്നതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അടുത്തതാ കുല്ലൻ ഹദൈന. കുല്ലൻ ഹദൈന. ഇവിടെ തൻവീന് ശേഷം ഹ വന്നു. മനസ്സിലാക്കുക. കുല്ലൻ ഹദൈന എന്നുള്ള തൻവീന് ശേഷം ഹ വന്നു. അതുപോലെ ഇവിടെ വരുന്നുണ്ട് വനൂഹൻ ഹദൈന. തൻവീന് ശേഷം ഹ. തൻവീന് ശേഷം ഹ. അപ്പോൾ ഇവിടെ കുല്ലൻ എന്നുള്ള തൻവീന് ശേഷം ഇതിനോട് ചേർന്ന അലിഫുണ്ട്. നൂഹൻ എന്നുള്ള തൻവീന് ശേഷം ഇവിടെ ഹാഇനും അലിഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. നൂഹൻ ഹദൈന. ഹ ആണ് ഇവിടെ രണ്ടും വന്നത്. അടുത്തതാ സലാമുൻ ഹിയ. ലമ്മ തൻവീന് ശേഷം ഹ. സലാമുൻ ഹിയ. ലമ്മ തൻവീന് ശേഷം ഹ വന്നു. അടുത്തതാ ഫദാലിക യൗമ ഇദിൻ യൗമുൻ അസീർ. അപ്പോൾ ഇവിടെയൊക്കെ തൻവീനുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ ഇൽഹാറിൻ്റെ അക്ഷരമല്ല വന്നത്. ഇൽഹാറിൻ്റെ അക്ഷരം ഇവിടെയാണ് വന്നത്. യൗമുൻ അസീർ എന്നുള്ള ഐനാണ് ഇവിടെ വന്നത്. തൻവീന് ശേഷം ഐന് മനസ്സിലാക്കുക. അടുത്തതാ ഫി ജന്നത്തിൻ ആലിയ. തൻവീന് ശേഷം ഐന്. തൻവീന് ശേഷം ഐന് വന്നു. മനസ്സിലാക്കുക. ഇനിയാ ഇവിടെ എന്താ വന്നത്? തസ്ല നാറൻ ഹാമിയ. നാറൻ ഹാമിയ. തൻവീന് ശേഷം ഹ വന്നു. അടുത്തതോ ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബ. അപ്പോൾ ഇവിടെ തൻവീന് ശേഷം മീം, അത് ഇൽഹാറിൻ്റെതല്ല. പിന്നെ നമുക്ക് ഇവിടെ തൻവീന് ശേഷം ഹ. അതാഅൻ ഹിസാബ. ഹ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ അജ്റുൻ ഒയ്റു. അജ്റുൻ ഒയ്റു. റുൻ ഒയ്റു. ഒയ്ന് പുള്ളിയുള്ള ഒയ്ന് വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. ലൊമ്മ തൻവീന് ശേഷം ഒയ്ന് വന്നു. അടുത്തതാ ഹത്ത തൻകിഹ സൗജൻ ഒയ്റഹു. ഒയ്റഹു തൻവീന് ശേഷം ഒയ്നുൻ എവിടെയും വന്നു. മനസ്സിലാക്കുക. അടുത്തതാ നഖ്ലിൻ ഹാവിയ. നഖ്ലിൻ ഹാവിയ. തൻവീന് ശേഷം ഹ. തൻവീന് ശേഷം ഹ വന്നു. മനസ്സിലാക്കുക. അടുത്തതാ സിയാബൻ ഹുലുറൻ. തൻവീന് ശേഷം ഹ. തൻവീന് ശേഷം ഹ വന്നിട്ടുണ്ട്. ഇവിടെ ഹുലുറമ്മിൻ. അപ്പോൾ ഇവിടെ തൻവീന് ശേഷം മീമാണ്. അത് നമുക്കിവിടെ അക്ഷരത്തിൽ പറയുന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ തൻവീന് ശേഷം ഹ വന്നു. അപ്പോൾ ഇവിടെ ഹംസ വന്നു, ഹ വന്നു,
ഹ വന്നു, ഐന് വന്നു, ഐന് വന്നു. ഇങ്ങനെ ഹൽക്കിൻ്റെ ഹർഫുകൾ വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെന്താ ഇവിടെ പറയുന്നത്? തൻവീനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ തൻവീനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. അപ്പം നമ്മൾ ഇൽഹാർ എന്താന്ന് കഴിഞ്ഞ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇൽഹാർ ചെയ്യുക. വ്യക്തമാക്കി ഉച്ചരിക്കലാണ് ഇൽഹാർ ചെയ്യാൻ. അപ്പം അത് തൻവീനിൻ്റെ കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എങ്ങനെ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഖിറാഅത്തും ഹിഫ്ളും വരുന്നത് നഖ്റ സൂറത്ത് മുംതഹിന് സൂറത്ത്. അതിൽ ഇൽഹാർ, സാക്കിനത്ത്, തൻവീനൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്. ഹിഫ്ള് അദ്കാറുകളാണ്. നമ്മൾ പഠിച്ച അദ്കാറുകളൊക്കെ ഹിഫ്ളാക്കാനും നമുക്ക് വർക്ക് ബുക്ക് നോക്കാം. അപ്പോൾ തദ്രിബാത്തിൽ വർക്ക് ബുക്കിൽ ആദ്യം വരുന്നത് എന്താണ്? താഴെ ഒരു സൂറത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഇൽഹാർ കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കത് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 8ാമത്തെ പാഠഭാഗം വരെയാണ്. ഈ 8ാമത്തെ പാഠഭാഗം വരെയാണ് നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാമിന് വരുന്ന ഭാഗങ്ങൾ, ഇൽഹാർ വരെ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇൽഹാർ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? തൻവീനിൻ്റെയോ നൂനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ വരലാണ്. അപ്പോൾ ഇവിടെ ഫക്കുല്ലൻ അഹദിന തൻവീനു ശേഷം ഹംസ വന്നു. അപ്പോൾ അവിടെ ഇൽഹാർ. പിന്നെ ഫമിൻഹും നൂനിന് ശേഷം ഹ. മൻ അർസൽന നൂനിന് ശേഷം ഹംസ വന്നു. മനസ്സിലാക്കുക. അടുത്തതാ മൻ അഹദത്തുഹു നൂനിന് ശേഷം ഹംസ വന്നു. പിന്നെ മൻ അറക്കിന നൂനിന് ശേഷം ഹംസ വന്നു. മനസ്സിലാക്കുക. പിന്നെ അടുത്ത ഈ ആയത്തിൽ എവിടെ വരുന്നത്? തൻവീന് നൂന് നോക്കുക. ഇവിടെതാ അൻ അക്കൂനു നൂനിന് ശേഷം ഹംസ വന്നു. മൻ അസ്ലമ നൂനിന് ശേഷം ഹംസ. പിന്നെ ഇൻ അസൈത്തു നൂനിന് ശേഷം ഐന് വന്നു. മനസ്സിലാക്കുക. പിന്നെ യൗമിൻ അലീം തൻവീന് ശേഷം ഐന് വന്നു. തൻവീന് ശേഷം ഐന് വന്നു. മനസ്സിലാക്കുക. പിന്നെ അൻഹു നൂനിന് ശേഷം ഹ വന്നു. നൂനിന് ശേഷം ഹ വന്നു. പിന്നെ ഇതിലെവിടെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നൂനിൻ്റെ ശേഷമോ തൻവീനിന് ശേഷമോ ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ അടയാളപ്പെടുത്തുക, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉദാഹരണങ്ങൾ എഴുതണം. തൻവീന് കൊണ്ട് ഇൽഹാർ വന്നതിന് ഉദാഹരണം എഴുതണം. നൂന് കൊണ്ട് ഇൽഹാർ വന്നത്, അതായത് സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നതിന് ഉദാഹരണം, തൻവീനിന് ശേഷം ഹംസ വന്നതിന് ഉദാഹരണം. അപ്പോൾ നമുക്ക് ഇവിടെ ഉദാഹരണം നമ്മൾ അതിന് മുമ്പ് ചെയ്ത ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് എഴുതാം. ഇവിടെതാ തൻവീനിന് ശേഷം ഹംസ വന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഹംസൻ്റെ നേരെ അത് എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അടുത്തതാ നൂനിന് ശേഷം ഹംസ വന്നതാ അൻ അക്കൂനു. ഇത് നമുക്ക് അവിടെയൊക്കെ എഴുതാം. മൻ അർസല, മൻ അസ്ലമ, അതൊക്കെ അതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം. ഹംസയുടെ കളിയിലേക്ക് അതെടുത്ത് എഴുതാം. അപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടാൽ നിങ്ങളത് അതേപോലെ പകർത്തും. അതുകൊണ്ടാണ് ഞാൻ എഴുതിയിടാത്തത്. നിങ്ങൾ വർക്കിൽ അടയാളപ്പെടുത്തിയിട്ട് അത് എഴുതുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്
തൻവീന് ശേഷം ഹാ വന്നത്, പിന്നെ നൂനിന് ശേഷം ഹാ വന്നത്. നമുക്ക് ഉദാഹരണത്തിൽ പോയി നോക്കാം. തൻവീന് ശേഷം ഹാ വന്നതിന് നമുക്കിവിടെ സലാമുൻ ഹിയ, സലാമുൻ ഹിയ എന്ന് എഴുതാം. സലാമുൻ ഹിയ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ നൂനിന് ശേഷം ഹ വന്നത് മിൻഹു, അൻഹു എന്നൊക്കെ എഴുതാം. മിൻഹു, അൻഹു, മിൻഹുവ എന്നൊക്കെ നമുക്ക് ഹ കൊണ്ട് വരുന്നത് എഴുതാം. അടുത്തത് ഐന്, ഐന് എന്താ എഴുതാം? ഇവിടെ വന്നിട്ടുണ്ട് യൗമിൻ അലീം, തൻവീന് ശേഷം ഐന്. അപ്പോൾ ആദ്യം തൻവീന് ശേഷം ഐന് വന്നത് ഒന്നാമത്തെ കള്ളിയിൽ എഴുതാം. പിന്നെ നൂനിന് ശേഷം ഐന് വന്നത് ഇതിലും ഉണ്ട്, ഇൻ ഒസൈത്തും, അത് അവിടെയൊക്കെ എഴുതാം. മിൻ ഐനിൻ, നൂനിന് ശേഷം ഐന് വന്നത്, നൂനിന് ശേഷം ഐന് വന്നതിന് നമുക്കിത് എഴുതാം. അപ്പോൾ അവിടെ ആദ്യം തൻവീന് ശേഷം ഹ വരുന്നതാണ്. അപ്പോൾ അവിടെ ഇതാ ഉസ്വത്തുൻ ഹസന, തൻവീന് ശേഷം ഹ വന്നതിന് ഇത് എഴുതാം. പിന്നെ നൂനിന് ശേഷം ഹ വന്നത് മിൻ ഹൈസു, നൂനിന് ശേഷം ഹ വന്നതിന് മിൻ ഹൈസു, അത് നമുക്കവിടെ എഴുതാം. അടുത്തത് ഇവിടെ വന്ന് നോക്കുക, ല അജ്റൻ ഒയ്റ്, ല അജ്റൻ ഒയ്റ, തൻവീന് ശേഷം ഒയിന് വന്നു, അത് എഴുതാം. അടുത്തത് നൂനിന് ശേഷം ഒയിന് വന്നത് മിൻ ഒഫൂരിൻ, നൂനിന് ശേഷം ഒയിന് വന്നത്. അപ്പോൾ അത് ഉദാഹരണം അവിടെയൊക്കെ എഴുതാം. ഇനി ഖ, തൻവീന് ശേഷം ഖ വന്നത് ലത്തീഫുൻ ഖബീർ, തൻവീന് ശേഷം ഖ വന്നത് എഴുതാം. ഇനി നൂനിന് ശേഷം ഖ, മൻ ഖലക്ക, നൂനിന് ശേഷം ഖ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ അത് ഒന്ന് ഓർഡർ ക്ലിയർ ആക്കിയിട്ട് എഴുതുക എല്ലാവരും. ഹംസ ഹ, ഐന് ഹ, ഒയിന് ഖ. അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ആദ്യം തൻവീനിൻ്റെ എഴുതുക, പിന്നെ നൂനിൻ്റെത് എഴുതുക, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തഹസീസ് വരുന്നുണ്ട്. സൂറത്തുൽ മുംതഹിന ഇൽഹാർ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ഓതാൻ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സാക്കിനായ നൂനും തൻവീനും വന്നത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക. എന്നിട്ട് അത് നൂന് കൊണ്ട് ഇൽഹാർ വന്നത് എത്ര എണ്ണ നമ്മൾ കണ്ടെത്തി എന്നുള്ള നമ്പേഴ്സ് ഇവിടെ എഴുതുക. അതുപോലെ തൻവീന് കൊണ്ട് ഇൽഹാർ വന്നത് എത്ര എണ്ണം കണ്ടെന്ന് ഇവിടെയൊക്കെ എഴുതുക. അതൊക്കെ ഒരു വർക്കാണ്. നമ്മൾ ഖുർആൻ നോക്കിയിട്ട് സാക്കിനായ നൂനും തൻവീനൊക്കെ മനസ്സിലാക്കി ഇൽഹാർ വന്നത് മനസ്സിലാക്കിയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക, മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.